താങ്ക് യു ബേബിച്ചൻ ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. और धन्य है बेचन भाई, प्रभु की अनुग्रह आपका साथ भी साथ रहे. ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ये वचन की घोषणा में सारे सबों को स्वागत करता हूँ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളാണ്. और आज की वचन की घोषणा के लिए मती का सुसमाचार പറഞ്ഞേ. 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളെ ആധാരമായി 22वां अध्याय पहले पद से लेकर 14 पद तक मनन करने के लिए आग्रह की है. അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുന്നു. और मती का सुसमाचार 22वां अध्याय और दूसरा और तीसरा पद हम पढ़ते हैं. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. स्वर्ग का राज्य उस राजा के समान है जिसने अपने पुत्र का विवाह किया और उसने अपने दासों को भेजा कि निमंत्रित लोगों को विवाह के भोज में बुलाए, परंतु उन्होंने आना ना चाहा. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ക്ഷണത്തിന്റെ അനുഭവം അത്രേ. ക്ഷണം. हमारा ईसाई नाम ईश्वरी का काम सेवकाई निमंत्रित बात है. പിതാവായ ദൈവം മനുഷ്യനെ തന്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്നു. पिता परमेश्वर ने पुत्र के द्वारा मानव जाति उन्हीं के सामने आने के लिए चाहता है. ദൈവം അതിമനോഹരമായി സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ, അതിലുള്ളതായ ഉന്നതമായിട്ടുള്ളതായ മലകളെ കാണുമ്പോൾ, അതിലുള്ളതായ ഫോറസ്റ്റുകളെ കാണുമ്പോൾ, വനങ്ങളെ കാണുമ്പോൾ, നദികളെ കാണുമ്പോഴൊക്കെയും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വം അത്രേ നാം കാണുന്നത്. यहोवा परमेश्वर ने ये पृथ्वी को सृजना किया और मनोहर रूपी बात होकर सृजना किया. कारण उसका जंगल को देखा, पहाड़ को देखा, नदियों को देखा, अच्छे मनुष्यों को देखा, सब कुछ देखते हुए आनंद मगन हुई है. മനുഷ്യർ ഇതിന്റെയൊക്കെ ഭംഗി, മനോഹാരിത ആസ്വദിക്കുന്നു. എന്നാൽ അതിന്റെ പിന്നിലുള്ളതായ അതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. मनुष्य यहोवा परमेश्वर की ओर से सृष्टि की जो सृष्टि के बारे में उसकी मनोहारिता शक्ति है, लेकिन उसका सृजनकार कौन है इसके बारे में कुछ जानकारी नहीं होता है. ആകാശവും ഭൂമിയും അതിലുള്ള സകലത്തെയും ദൈവം സൃഷ്ടിക്കുകയും അവയെല്ലാം തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. आकाश और पृथ्वी यहोवा परमेश्वर ने सृष्टि की, उसकी मनोहारिता क्या होता है, खूबसूरत क्या है, जो उसके बारे में सृजनकार के बारे में कोई जानकारी मनुष्य को होता ही नहीं है. ദൈവത്തിന്റെ വിളിയെ കുറിച്ച് ഈ പ്രപഞ്ചം മനുഷ്യരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. और यहोवा परमेश्वर की बुलाहट ये संसार की खूबसूरत बुलाते बताते रहते हैं. എന്നാൽ സർവശക്തനായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ അംഗീകരിക്കുന്നതിനോ ആ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിക്കുന്നതിനോ മനുഷ്യൻ കൂട്ടാക്കുന്നില്ല. मनोहर पृथ्वी को देखते हुए और बनाया वाला यहोवा की ओर से कोई किसी ने जानता नहीं, जानकारी रखता नहीं, उसकी मनोहरता को चक कर देखता नहीं. ദൈവം തന്റെ സൃഷ്ടികളിലൂടെയും ചരിത്രത്തിലൂടെയും അവസാനമായി യേശു ക്രിസ്തുവിലൂടെയും ഓരോരുത്തരോടും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. यहोवा परमेश्वर ने सृष्टि की ओर से, मनुष्य की ओर से, सुसमाचार की ओर से
मनुष्यों की ओर वार्तालाप करते ही रहते हैं। എന്നാൽ ദൈവത്തിന്റെ ഈ ക്ഷണത്തെ നിരസിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു എങ്കിലും ആ ക്ഷണം ഇന്നും നിലനിൽക്കുന്നു. और यहोवा परमेश्वर ने निमंत्रित और दिया देता है, लेकिन लोग वो त्याग कर देते हैं। അതുകൊണ്ട് അത്രേ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു ഇൻവിറ്റേഷൻ അത്രേ. और ईसाई नाम यीशु मसीह की जो बुलाहट एक निमंत्रित चीज की नहीं है। ചില കല്യാണ ലെറ്ററുകളുടെ താഴെയായിട്ട് ഇങ്ങനെ കാണും RSVP എന്ന്. और विवाह की कत देता है, उसकी अंदर में आरएसवी नाम दिया गया है। അപ്പോ RSVP എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൻ്റെതായ ഒരു ചുരുക്കമത്രേ. और जो शब्द 3 पद वहां पर दिया है, और ये नियमंत्रित कत है। അപ്പോ വിവാഹത്തിന്റെ ക്ഷണക്കത്തിൽ തന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഇന്ന തീയതിക്ക് മുമ്പായിട്ട് അറിയിച്ചിരിക്കണം എന്നത്രേ പറയുന്നത്. जो कत देता है तो उसकी अर्थ यूं होता है, आपको बुला रहा है, आएगा तो जवाब देना। അത് വളരെ നല്ല ഒരു കീഴ്വഴക്കമാണ്. അത് നിമിത്തം ഒത്തിരി അനാവശ്യമായിട്ടുള്ളതായ ചെലവുകൾ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും. जो शब्द दिया जाएगा तो कई प्रकार की नुकसान की रास्ता छोड़ सकते हैं, आने वालों के लिए तैयारी कर भी सकते हैं। ആ ഫംഗ്ഷന് പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യുവാൻ അത്രേ പറയുന്നത്. और बुलाहट दी है, आएगा नहीं आएगा ये बातचीत बताने के लिए है। ആ ക്ഷണം അത് നമ്മള് നാളത്തേക്ക് അതിന് മറുപടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ എന്ന് വിചാരിക്കുവാൻ അവസരമില്ല. निबंधित बात दी है, चलो आगे बढ़े, एक हफ्ता की बाद में जवाब देंगे, ये अर्थ वहां पर नहीं होता है। ക്ഷണക്കത്ത് ലഭിച്ചവർ ഉടനെ തന്നെ അതിന് മറുപടി കൊടുക്കണം. മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളെ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. और ये लेटर हमारे हाथ में मिल जाएगा तो तुरंत जवाब देना, एक हफ्ता के लिए आगे समय रखना नहीं। ഇന്ന് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ക്ഷണത്തിന് നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. आज हमको बुलाहट मिला है, आज भी उनको जवाब देना, आगे रखना हमारा काम नहीं है। ഈ ക്ഷണം നമുക്ക് നൽകുന്നത് സർവശക്തനായ ദൈവം അത്രേ. ये लेटर हमको देता है सर्वशक्तिमान यहोवा परमेश्वर है। ഈ ക്ഷണം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ളത് അത്രയും. ये निमंत्रित खत दुनिया की सारे मानव जातियों के लिए है। അത് ദൈവത്തിൽ നിന്നും ഉള്ളതായ ക്ഷണം അത്രേ. वो यहोवा परमेश्वर से और आया हुआ खत है। അങ്ങനെ ഒരു ക്ഷണത്തെ കുറിച്ച് അത്രേ ഇന്നത്തെ വേദഭാഗത്ത് നാം ചിന്തിക്കുന്നത്. ये इसके बारे में आज वचन की घोषणा होना चाहता है। പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ കുറിച്ച് ഒരു ഉപമയിലൂടെ യേശു വിശദീകരിക്കുന്നു. स्वर्ग राज्य के बारे में एक नमूना बताकर वो वचन हमें समझाता है, सिखाता है। പഴയ നിയമത്തില് സ്വർഗരാജ്യത്തെ ഉപമിച്ചത് ഒരു മുന്തിരിത്തോട്ടത്തോടത്രേ. और एक दृष्टांत दिया एक दाखलता की वाढ़ी के बारे में बताकर। എന്നാൽ പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു ഉപമിച്ചത് ഒരു രാജാവ് തന്റെ മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതായ ഒരു വിരുന്നിനെ കുറിച്ചത്രേ. और पुराना नियम में दृष्टांत दिया दाखलता की वाढ़ी के बारे में। होवे तो नया नियम में एक राजा ने उनका पुत्र को विवाह के लिए एक दुल्हन के बारे में बताते हुए അനേകരെ വിവാഹത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി രാജാവ് ദാസന്മാരെ അയച്ചു. और बहुत सारे लोगों को और दासों को भेजकर बुलाहट दी है।
ആം, അതെ, ആ ചടങ്ങ് സമാഗതമായപ്പോഴേക്ക് രാജാവ് വീണ്ടും ക്ഷണിച്ചവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ദാസന്മാരെ പറഞ്ഞയച്ചു. और राजा ने यह बात की और जितनों को आमंत्रण दी, जो लोगों को एक बार स्मरण दिलाने के लिए उसका पगले दिन दासों को भेजा है। എന്നാൽ നാം ഇവിടെ വായിക്കുന്നത് അവർക്ക് മനസ്സിലായിരുന്നു. यहां पर पढ़ते हैं वो बुलाहट मिला, वो लोग मन नहीं लगाया। അദ്ദേഹം പിന്നെയും മറ്റ് ദാസന്മാരെയും അയച്ചു. उन्होंने दूसरा और दासों को भी भेजा। ഇവിടെ വിരുന്ന് ഒരുങ്ങിയിരിക്കുന്നു, വരുവാൻ. और यहाँ पर भोजन तैयारी है, आ जाए। കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ये बेल को काटकर, अच्छे तकड़े बेल को काटकर भोजन तैयारी कर दी है। ഇവിടത്തെ വിരുന്ന് എന്ന് പറയുന്നത് സുവിശേഷ വിരുന്നത്രേ. यहाँ पर हम घोषणा देता है सुसमाचार की भोजनशाല। കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽവരിയിൽ നമുക്ക് വേണ്ടിയും അത് അറുക്കപ്പെട്ടതായ ആ യേശു കുഞ്ഞാടിനെ കുറിച്ച് അത്രേ. और यहाँ पर भोजनशाला यही है, कालवरी सलीब पर हमारे लिए और मारा हुआ हमारा मसीह के बारे में बताता है। ക്ഷണിക്കപ്പെട്ട ചിലർ പല പല ഒഴികഴിവുകൾ പറഞ്ഞു. बुलाहट मिला, जो लोग कई प्रकार की बात कहकर बुलाहट माना नहीं। ഒരുത്തൻ പറഞ്ഞു അവനെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. एक व्यक्ति ने जवाब दिया है और कार्षिक रीति पर, इसका मतलब खेती बाड़ी में जाना चाहिए, इसी कारण में आ नहीं सकता है। മറ്റൊരുത്തൻ പറഞ്ഞു ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. औरों को बुलाया, उन्होंने कहा और धंधा के काम है और काम बाकी बहुत है, उसके बारे में जान लेने के लिए जाना हमारा आवश्यकता है। ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. और बाकी लोग, और राजा ने दासों को बुलाहट के लिए बुलाया, भेजा, उनको पकड़कर मार खाया और उनको सताया है। ഇവിടെ രാജാവ് എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം അത്രയും. यहाँ पर राजा नाम दिया है, सर्वशक्तिमान यहोवा परमेश्वर है। രാജാവിന്റെ മകന്റെ കല്യാണമാണല്ലോ, അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണിക്കുന്നു. राजा के पुत्र की विवाह वो यीशु मसीह के बारे में है। ആ ദുഷ്ടന്മാരായ ആളുകൾ അവരെ വിളിക്കുന്നതിന് ക്ഷണിക്കുന്നതിന് പോയതായ അപ്പോസ്തലന്മാരെ കൊന്നുകളഞ്ഞു. और लोगों को बुलाहट देने के लिए भेजा हुआ वो प्रेरितों, उनको उन्होंने सताया है। ക്ഷണിക്കപ്പെട്ടവരെ വരാത്തത് കൊണ്ട് വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചു. निमंत्रित लोगों को बुलाहट दी, उन्होंने त्याग की, इसी कारण में और रास्ता में जितने लोग थे उन्हीं को बुलाया है। ആ ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. वो दासों ने रास्ताओं में सड़कों पर जितने लोग थे वो लोगों को बुलाया, उनको यहाँ पर बिठा दिया है। കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. जो शादी की जो शाला है उन्होंने मेहमान की ओर से भर गई है। എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നോ എന്ന് നോക്കുന്നതിന് വേണ്ടി രാജാവ് ആ കല്യാണശാലയിലേക്ക് ഇറങ്ങി വന്നു. सब कुछ ठीक ठाक है, उनको पूछताछ करने के लिए, जानकारी के लिए राजा ने वहां पर आ पहुंचा है। അവിടെ കല്യാണ വസ്ത്രം ധരിക്കാത്തതായ ഒരു മനുഷ്യനെ കണ്ടു. विवाह के लिए अच्छा सोच में वस्त्र चाहिए, वहां पर दिया है, लेकिन एक व्यक्ति वो पहना बिना आकर बैठा है। ആ കാലഘട്ടത്തില് വിവാഹത്തിന് സംബന്ധിക്കുന്ന ആളുകൾക്ക് എല്ലാവരും തന്നെ വിവാഹം നടത്തുന്ന ആളുകള് അതിന്റെ സംഘാടകർ സൗജന്യമായിട്ട് വിവാഹ വസ്ത്രം നൽകുമായിരുന്നു. और उसी जमाने में, समय में विवाह में बुलाहट देता है
आने वालों को विशेष वस्त्र दिया देता था। എന്നാൽ രാജാവ് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ കല്യാണ വസ്ത്രം ധരിക്കാത്തവനായിരിക്കുന്നത് കണ്ടു. राजा ने सबको देखने के लिए आया, एक व्यक्ति राज वस्त्र सिवा बैठा है। ആ, സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. ये प्यारे, तू कैसा वस्त्र सिवा आया है? എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. हो गया, उनका जवाब दे नहीं सका। രാജാവ് ഉടനെ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ. राजा ने सेवकों को यह बात दी, उसको पैर और हाथ बांधकर अंधेरा जगह में और कुआं में डाल दे। അവന് കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. वहां पर दांत पीसना और रोनाहट की जगह है। വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. बुलाहट बहुत सारे लोगों को, लेकिन उसके बीच में चुन लिया हुआ लोग कम है। ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വയാനീതിയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനായിരുന്നു. ये व्यक्ति के बारे में जान लेगा तो अपने आप की मनमर्जी से जाने वाले हैं। എന്നാൽ സൗജന്യമായി കർത്താവ് നൽകുന്നതായ ആ ദൈവികമായിട്ടുള്ളതായ നീതി അവന് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. राजा ने मुफ्त पर देता है, जो वस्त्र पहनने के लिए उनका आज्ञाकारी बनने के लिए उनका मन नहीं लगा है। എന്നാൽ അവൻ കല്യാണശാലയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം അവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നു. और विवाह की शाला में जो जितने हैं वो लोग की बुलाहट में उन्होंने मन लगाया हुआ लोग है। അതിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ള പാഠം എന്താണെന്ന് ചിന്തിക്കാം. हम ये बाइबल में ये दृष्टांत दिया, इसी में से हम क्या मनन करें, इसका बारे में हम पढ़े। അവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചവനത്രേ. वो ये लोग है यीशु मसीह को ग्रहण किए हुए लोग है। എന്നാൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മിൽ പലരുടെയും ജീവിതം പോലെ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതമല്ലായിരുന്നു. उन्होंने बहुत सारे लोगों का बीच में अच्छे भरोसा रखा हुआ एक व्यक्ति नहीं था। അവന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമല്ലായിരുന്നു. विश्वास में स्थिर रहने वाला, स्थिर रहते हुए लोग नहीं थे। യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതായ ദൈവത്തിന്റെ അത്യന്ത ശക്തി അവന്റെ മേൽ ഇല്ലായിരുന്നു. यीशु मसीह मारा गया, गाड़ा गया, जी उठा, बाद में दिया हुआ वो सामर्थ्य शक्ति इन्हीं पर नहीं था। അവൻ വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ടവനാണ്, എങ്കിലും സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടത്രേ ജീവിച്ചത്. मन बनाया, बपतिस्मा लिया, मसीह की मंडली में है, लेकिन स्वयाश्रय जीवन बिताने वाले थे। ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ മിക്ക വ്യക്തികളുടെയും അനുഭവം ഇതത്രേ. बहुत सारे विश्वासियों की अनुभव यही ही होता है। അവർ സ്വന്തം കഴിവിലും സമ്പത്തിലും മിടുക്കിലും ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. अपने आपकी शक्ति सामर्थ्य में भरोसा रखते हुए जाने वाले हैं। ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച വ്യക്തി തന്നെയാണ്, എങ്കിലും സ്വന്തം കഴിവിൽ ആശ്രയിച്ചത്രേ അവർ ജീവിക്കുന്നത്. मसीह को अपनाया, ग्रहण किया, लेकिन फिर भी अपना स्वयाश्रय जीवन निकालने वाले हैं। അതെ, വളരെ തീക്ഷ്ണതയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഈ ഗോഡ്സ് മിഷനിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और यीशु मसीह को अपनाया, भरोसा हमारा मसीह पर रखा, ये सब विश्वासियों के लिए मैं धन्यवाद देता हूँ। നമുക്ക് ദൈവത്തിലുള്ളതായ എന്താണ് ആശ്രയമത്രേ ഇത് തെളിയിക്കുന്നത്. ये हमारा भरोसा हमारा मसीह पर है, यही विश्वास दर्शाता है। ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയാമെന്നുള്ളതായ അനവധിയായിട്ടുള്ളതായ ക്രിസ്തീയ സഹോദരങ്ങൾ ഈ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. और हमको जानकारी है, बहुत सारे
भाई बहनों, ये विश्वास में नहीं आया है। ഒരു നാമധേയ ക്രൈസ്തവര് ആണ് എങ്കിലും സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ജഡീകന്മാരെ പോലെ ജീവിക്കുന്നു. नामधारी नाम लेकर जाने वाले हैं, अपने अपना शारीरिक अभिलाषाओं में जीवन बिताने वाले हैं। അവർ വളരെ നല്ല പ്രവൃത്തികൾ ചെയ്ത് അങ്ങനെ ദൈവത്തിന്റെ അംഗീകാരം നേടുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. अच्छे अच्छे भले भले काम कर कर उनका अधिकार को स्थिर करने के लिए, स्थापित करने के लिए उन्होंने मेहनत करते हैं। അത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം, ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന നിമിത്തം, പരിശുദ്ധാത്മ ശക്തിയാലുള്ളതായ വിശ്വാസത്താലുള്ളതായ ഒരു ജീവിതം അവർക്ക് കഴിയുന്നില്ല. और उन्होंने अपना अपना कल्पनाओं में जाते हैं, बुलाहट मिला, जो बुलाहट के आधार पर जीवन बिताता नहीं है, इसलिए अपने जीवन स्वयाश्रय में होते हैं। നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് എത്ര വാസ്തവമെന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളതായ ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. हम आज कल्पना करें, हमारा चारों तरफ हमारा पड़ोसियों को देखे हुए हमको उसको निर्णय कर सकते हैं। അങ്ങനെ വിവാഹ വസ്ത്രം ഇല്ലാത്തവനെ ആ കല്യാണ സദസ്സിൽ നിന്നും പുറത്താക്കേണ്ടി വന്നു. विवाह शादी में वस्त्र दिया, जो वस्त्र सिवा बैठा हुआ जो व्यक्ति को वहां से बाहर निकालना पड़ा। ദൈവരാജ്യത്തിലുള്ളതായ ദൈവമക്കളുമായുള്ളതായ ആ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല. परमेश्वर के लोगों के साथ जितना आनंद मगन कर सकते थे, जो चखने के लिए व्यक्ति को अवसर नहीं मिला है। അവൻ വിളിക്കപ്പെട്ടവനാണ്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല. बुलाहट मिली है लेकिन चुन लिया नहीं है। അതെ, ഈ സ്വർഗരാജ്യത്തിലുള്ളതായ ഈ സന്തോഷം അനുഭവിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഓവർകമേഴ്സ് ആണ്, ജയാളികളായിട്ടുള്ളതായ വിശ്വാസികൾക്ക് അത്രേ. जो वस्त्र पहनकर वो भोजनशाला में बैठा जो व्यक्ति संसार की शक्ति सामर्थ्य से विजय पाए हुए लोग हैं। സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ഈ ജയാളികളായ ദൈവമക്കൾ ക്രിസ്തുവിനോടുകൂടി സന്തോഷം അനുഭവിക്കും. वो जयवंत होकर मसीह ने कहा हुआ बात मानते हुए, आदर देते लेते हुए लोग मसीह का साथ आनंद मगन बनेंगे। എന്നാൽ പരാജയപ്പെട്ടതായ വിശ്വാസികളെ എന്താണ് ഇരുട്ടുള്ള അറയിലേക്ക് തള്ളിയിടും എന്ന് നാം ഇവിടെ വായിക്കുന്നു. पराजित हुई हर गया हुआ व्यक्ति को घोर अंधकार की कुंड में डाला जाएगा। അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നതിന് വേണ്ടി കരച്ചിലും പല്ലുകടിയും ഉള്ള സ്ഥലത്തേക്ക് അത്രേ അയക്കുന്നത്. उनको समझाने के लिए, सिखाने के लिए दांत भीसना और रोनाहट है, जो स्थान में उनको गिरा देंगे। നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി അത്രേ ഈ വചനം നാം ചിന്തിക്കുന്നത്. हमारा हाल क्या होता है, इसी कारण में ये चिंता करते हैं। നാം ഒരു നാൾ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കാണും. एक समय अपना अपना जिंदगी मसीह की ओर समर्पण किया है। എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കുന്നു? हमारा आयु कैसा होता है? പൂർണ്ണ ഹൃദയത്തോടുകൂടി കർത്താവിനെ സേവിക്കുന്നതിന്, കർത്താവിൽ ആശ്രയിക്കുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടോ? संपूर्ण रीति पर परमेश्वर पर विश्वास करते हैं, भरोसा रखते हैं, हम चिंता करते हैं यह नहीं। അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി കർത്താവിന് സമർപ്പിക്കേണ്ടതായ സമയം അത്രേ ഈ പ്രഭാതം. ऐसा होवे तो और एक बार अपने आपकी जिंदगी को और एक बार परीक्षा करने का समय है, ये 4 की वचन की घोषणा। നമുക്ക് ഒരു ജയജീവിതം നയിക്കുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെതായ ആ ശക്തി നമുക്ക് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. एक जयवंत बलवंत विश्वास जीवन बिताना चाहता है तो उनका हुकूमत मानना पड़ता है। അത് ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ ജീവിക്കുന്ന ഒരനുഭവം. और मसीह की आत्मा हमारे में जीवित है। നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങൾ സംഭവിച്ചിരിക്കാം.
हमारा जिंदगी में कई प्रकार की पराजित के कारण होवे, എന്നാൽ നമുക്ക് വീണ്ടും കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുവാൻ അവസരമുണ്ട്. और मसीह ने आज भी आमंत्रण देते हैं और वापस आने की अवसर. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ എന്താണ് പറയുന്നത്, അഴുക്കുകൾ പിടിച്ചതായ ഒരു ജീവിതമായിരിക്കാം. हमारा जिंदगी कई प्रकार की मेल लगा हुआ जिंदगी होगा, എന്നാൽ അത് കാൽവരി ക്രൂശിൽ യേശു ചൊരിഞ്ഞതായ രക്തത്താൽ അതിന്റെ ഫലമായി നമുക്ക് ഒരു കഴുകൽ പ്രാപിച്ചുകൊണ്ട് അത് നമുക്ക് പിന്നെയും ഒരു വിശുദ്ധ ജീവിതത്തിന് സാധ്യതയുണ്ട്. जान ले कालवरी सलीब पर हमारे लिए बहाया हुआ लोहू के कारण हमारा मसीह आज भी हमें बुलाहट देते हैं, एक अवसर प्रभु दिया है. അതെ, കർത്താവ് നമ്മെ ക്ഷണിച്ചിരിക്കുകയത്രേ ചെയ്യുന്നത്. और मसीह की बुलाहट आज सुबह ही हमारा साथ भी साथ है. ഇതുവരെയും ആ ക്ഷണത്തോട് നാം പ്രതികരിക്കുന്നില്ല എങ്കിൽ ഇന്ന് നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. अभी तक ये बुलाहट हम नहीं माना तो आज ये बुलाहट हमारे लिए दी गई है. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഞാൻ അത് കൃത്യമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കും എന്ന് നാം കർത്താവിന് ഉറപ്പ് കൊടുക്കണം. मेरा सामने कोई भी रुकावट होवे तो भी मैं रुकावट को नहीं बुलाहट को मैं देख रहा है. അത് നമ്മുടെ ജീവിതം എത്രമാത്രം അഴുക്ക് നിറഞ്ഞതാണെങ്കിൽ തന്നെയും അതിനെ ശുദ്ധീകരിക്കുവാൻ യേശുവിനെ കഴിയും. हमारा जिंदगी कितनी बिगड़ गई, खराब हो गई, लेकिन शुद्ध पवित्र करने के लिए प्रभु की आत्मा अगुवे होकर हमारा साथ है. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയും പാപവും ഉണ്ട് എങ്കിൽ തന്നെയും കർത്താവ് നിങ്ങൾ നഷ്ടപ്പെട്ടവരല്ല, നിങ്ങൾക്ക് മൂല്യമുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. अपवित्र हो, अशुद्धि हो इत्यादि बात हमारे में होवे तो भी जो मसीह का बुलाहट है तुम्हारे ओर से हमारे काम होता है. ദൈവം അങ്ങനെ നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഇപ്പോഴും ദൈവം നമ്മെ വിലമതിക്കുന്നുണ്ട്. और मसीह ने हमें त्याग नहीं किया, प्रभु ने हमारे लिए दाम चुका है. ചിലപ്പോഴൊക്കെ നാം റോഡിൽ ആളുകൾ ചവിട്ടി വളരെ അഴുക്കോടുകൂടി കിടക്കുന്നതായ എന്താണ് കറൻസി കണ്ടിട്ടുണ്ടായിരിക്കാം. शायद हो रोड पर जाते हैं लोग की पैर लगाकर मेल से भरा हुआ और रुपया देखा होगा. അത് അശ്രദ്ധയായിട്ട് ആളുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ നോട്ട് കളഞ്ഞു പോവുകയും അത് വഴിപോക്കരല്ല, അതിനെ ചവിട്ടി അതിനെ അഴുക്കുള്ളതാക്കി തീരുകയും ചെയ്യും. हम संभाला नहीं, सुरक्षित रखा नहीं, इसी कारण में ये रुपया नीचे गिर गया, लोग उस पर पैर लगाया और मेल से भर गया होगा. എന്നാൽ ഒരാൾ അത് എടുത്ത് നിവർത്ത് നോക്കുകയാണെങ്കിൽ അത് 500 രൂപയുടെ നോട്ടാണ് എന്ന് കാണുവാൻ കഴിയും. और उसको हाथ में उठाकर खोल कर देखे तब मालूम पड़ते 500 रुपया की है. അതിൽ ഇപ്പോഴും മഹാത്മാഗാന്ധിയുടേതായ എംബ്ലം ഉണ്ടായിരിക്കുന്നു. और उसमें देखेगा तो महात्मा गांधी जी की और एम्बलम इसका चिन्ह उसमें है. അതിന്റെ മൂല്യം 500 രൂപ എന്ന് അതിൽ അച്ചടിച്ചിരിക്കുന്നു. उसके दाम है 500 रुपया. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതായ അതിന്റെ ഗവർണറുടെ ഒപ്പുണ്ട്. और इंडिया गवर्नमेंट की रिजर्व बैंक की गवर्नर की और हस्ताक्षर उसी में है. അത് ചുളിവുകൾ പറ്റിയതാണെങ്കിലും അഴുക്ക് പിടിച്ചതാണെങ്കിൽ തന്നെയും അതിന്റെ മൂല്യം ഇപ്പോഴും അതിനുണ്ട്. और उसमें मेल है और बटा हुआ होगा और फिर भी उसका मूल्य 500 रुपया की है. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പാപത്തിൻ്റെതായ അഴുക്ക് പറ്റിയിട്ട് ഉണ്ട് എങ്കിലും ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. നമ്മൾ സ്റ്റിൽ യു ആർ വാല്യുബിൾ. और हम ये बात जान ले, हमारे में जिंदगी में पाप की हो, अपराध की हो, मेल पड़ेगा तो भी मसीह की ओर हम आते हैं, हमारा मूल्य मसीह ने दिया गया है. ഒരിക്കൽ ഒരു ദൈവദാസനും തന്റെ മകനുമായിട്ട് അടുത്തുള്ളതായ ഒരു സ്റ്റോറിൽ ചില സാധനങ്ങൾ, ഒരു ഗിഫ്റ്റ് വാങ്ങുന്നതിന് വേണ്ടി പോയി. और एक परमेश्वर के दास उसका बेटा की और एक महल में सामान खरीदने के लिए गया. അവിടെ പല സാധനങ്ങളും ഗിഫ്റ്റ് ഐറ്റംസും അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
कई प्रकार की सामान दिखाने के लिए वहां पर और प्रदर्शन किया है। എല്ലാ ഗിഫ്റ്റിന്റെയും താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ തുടരുത്, സ്പർശിക്കരുത് എന്ന്. हर गिफ्ट की नीचे लिखा है हाथ छूना नहीं। അത് താഴെ വീണ് നിങ്ങൾ ഉടയ്ക്കുകയാണ് എങ്കിൽ അത് അതിന്റെ വില കൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. हाथ छूने में वहां से नीचे गिर गया, वो टूट फूट हो गया, तो तुम्हारे से उनका मूल्य देना पड़ता है। എന്നാൽ 4 വയസ്സുള്ളതായ പൈതൽ ഒരു ഗിഫ്റ്റ് ഐറ്റത്തിൽ തൊടുകയും അത് താഴെ വീണ് ഉടയുകയും ചെയ്തു. 4 वर्ष की उम्र वाला बेटा ने उस पर हाथ लगाया, नीचे गिर गया, फूट गया है। അതെ, അത് ആ ബാലനാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ ഒഴിഞ്ഞു മാറുവാൻ പറ്റത്തില്ല. बेटा है ये किया है, वो देखते हुए बोलते हुए पिताजी को और माफी मांग नहीं सकते हैं। അത് ആ പിതാവല്ല അത് ഉടച്ചത് എങ്കിൽ തന്നെയും മകൻ ചെയ്തതായ കുറ്റത്തിന് പിതാവ് എന്ത് ചെയ്തു? പിതാവ് അതിന്റെ തുക കെട്ടിവെച്ചു. और पिताजी गलती नहीं किया, ये नन्हे मुन्ने बच्चा ने किया, वो बात बोलकर हट नहीं सकते हैं, आगे आया है, वो पिताजी ने उनका दाम चुका है। നാം ദൈവത്തിന്റെ മുമ്പാകെ കുറ്റക്കാരാണ് എങ്കിലും പിതാവായ ദൈവം നമുക്ക് വേണ്ടി തന്റെ പുത്രനെ അത് യാഗമായി അർപ്പിക്കുന്നതിന് തയ്യാറായി. हम गलती किया है, पाप किया है, लेकिन हमारे लिए हमारा मसीह ने पिता की ओर हमारा दाम चुक गया है। നാം പാപം ചെയ്തതിന് ദൈവമല്ല അതിന് കാരണക്കാരൻ നാം അത്രയും. पाप किया, परमेश्वर नहीं की गलती नहीं, हमने पाप किया, हमारा गलती है। എന്നാൽ അതിന് പ്രായശ്ചിത്തം വരുത്തുവാൻ തക്കവണ്ണം തന്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ അത് തകർക്കപ്പെടുവാൻ തക്കവണ്ണം പിതാവായ ദൈവം തയ്യാറായി. प्रायश्चित करने के लिए परमेश्वर का एकलौता पुत्र मसीह कालवरी सलीब पर उन्होंने हमारे लिए मोल दिया है। നാം പാപം ചെയ്തു, അതിക്രമം ചെയ്തു എങ്കിലും നമ്മുടെ വാല്യൂ നഷ്ടമായിട്ടില്ല. पाप किया, अपराध किया, लेकिन हमारा दाम इतना कम नहीं हुई। ഒരിക്കൽ ഒരു ആർട്ടിസ്റ്റ് അവൻ ഒരു പഴയ കലാവസ്തുക്കൾ, ചിത്രങ്ങള്, പെയിന്റിംഗ് ഒക്കെ വിൽക്കുന്നതായ ഒരു സ്റ്റോറിൽ കയറി. और एक कलाकार ने आखिरी सामान बेचते हैं जो जगह में उन्होंने जा पहुंचा। അവൻ അവിടെ കയറി പല ചിത്രങ്ങളും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പണ്ട് താൻ വരച്ചതായ ഒരു ചിത്രവും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു. वो देखा कई वर्षों की पहले उन्होंने एक चित्र रचाया, वो रचाया हुआ चित्र वहां पर देखा है। അതിന് ചില ഭാഗങ്ങളൊക്കെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു, മങ്ങിയിരിക്കുന്നതായ അവസ്ഥകളൊക്കെ അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. और उन्होंने देखा उसका कई भाग फट गई, और इतना नहीं उसको मेल से भी भर गई है। അതെ, പഴയ വസ്തുക്കൾ വിൽക്കുന്നതായ ആ കടക്കാരന്റെ വകയാണ് ഇന്ന് ആ പെയിന്റിംഗ്. और चित्र यही है, और आज वो दुकानदार का है। താൻ ആഗ്രഹിച്ചു അത് എനിക്ക് തിരികെ കിട്ടിയിരുന്നുവെങ്കിൽ അതിലുള്ള കേടുപാടുകൾ തീർത്ത് ഞാനൊരു മനോഹരമായിട്ടുള്ളതായ ഒരു ചിത്രമായിട്ട് അത് അവതരിപ്പിക്കാമായിരുന്നല്ലോ എന്ന്. ये चित्रकार ने ये मन में सोच लगा, ये दुकानदार को वो मोल देते हुए, दान देते हुए खरीदे, उसकी और बाकी काम पूरा कर मुझे को रख सकता है, ये मन में सोच विचार की है। തനിക്ക് നഷ്ടപ്പെട്ടതായ ആ ചിത്രത്തിൻ്റെതായ അവകാശം ഇനി പറയുവാൻ പറ്റത്തില്ല. जो ये चित्र मेरा है, अपना है, वो कहकर उसको कहने के लिए हक नहीं है। അവന് അതിന്റെ വില കൊടുത്ത് അവൻ അത് വാങ്ങേണ്ടി വന്നു. उन्होंने उसको दान देते हुए खरीद लिया है।
അതിനുശേഷം അതിലുള്ളതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വളരെ മനോഹരമായിട്ട് അതിനെ അത് ചിത്രം വരയ്ക്കുവാൻ അവന് കഴിയും. वो चित्रकार ने क्या किया? वो दाम देते हुए खरीद कर उसका कमी कटी क्या है, रुकावट क्या चीज होता है, वो पूरा कर कर उन्होंने प्रदर्शित किया है. പ്രിയരെ, പാപം നിമിത്തം വികലമായ നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഇതത്രേ ചെയ്തത്. पाप वो अपराध में ढांबा हुआ लोगों को हमारा ये परमेश्वर ने ऐसे प्रकार हमारा मसीह के द्वारा हमको खरीद लिया है. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാനത്രേ. यीशु मसीह संसार में आया हमारा जीवन में बहुत सारे काम कार्य कर कर हमारा जिंदगी को बदलावट देने के लिए. പാപത്തിലും പൈശാചിക സ്വാധീനത്തിലും ബോണ്ടേജിലുമായിരുന്നതായ നമ്മെ ക്രിസ്തു തന്റെ രക്തം അത് നൽകി സ്വന്തമാക്കി. पाप में और कई प्रकार की अपराध में गिरे हुए लोगों को मसीह की ओर लायक कर हमारा वो जीवन भटकाया हुआ जीवन सुरक्षित कर दिया है. യേശുവിൽ വിശ്വസിക്കുന്നതായ വ്യക്തികളുടെ ജീവിതങ്ങളെ അവന്റെ രക്തത്താൽ അവൻ ശുദ്ധീകരിക്കും. यीशु में भरोसा रखा, विश्वास किया, ऐसे लोगों को यीशु मसीह ने अपने रक्त से शुद्ध पवित्र करते हैं. പിതാവുമായുള്ളതായ ബന്ധത്തിൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. पिता की ओर लाने के लिए हमारे स्थिर कर देता है. നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായ ഒരു ശുശ്രൂഷ, ഒരു പ്രക്രിയയത്രേ കാൽവരി ക്രൂശിൽ സംഭവിക്കുന്നത്. हमें शुद्ध पवित्र करने के लिए एक अच्छा स्थान है काल्वरी क्रूस पर. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പിതാവായ ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തയ്യാറായി എന്നാണ്. हमें इतना प्रेम किया यहोवा परमेश्वर ने, इसी कारण में उनका एकलव्य पुत्र मसीह को भूमि पर भेजा है. നാം എത്രമാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നു പോയവരാണെങ്കിലും പാപത്തിൽ പെട്ടുപോയവരാണെങ്കിൽ തന്നെയും അത് സ്വന്തം സാദൃശ്യത്തിൽ ദൈവം നമ്മെ ശിക്ഷിച്ചത് കൊണ്ട് നാം ദൈവത്തിന് ഇന്നും വിലയുള്ളവരത്രേ. हमें समझो के हम परमेश्वर के हाथ से रहित हो गया तो भी मसीह ने हमें वहां से खरीद लेकर हमारा सारे दुर्बलता को हटाकर शुद्ध पवित्र कर दिया है. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയും അത് കഷ്ടനഷ്ടങ്ങളിലൂടെയും അനവധിയായിട്ടുള്ളതായ ട്രയൽസിലൂടെയൊക്കെയും കടന്നു പോകുമ്പോൾ നമ്മെ വീണ്ടും കർത്താവ് അത് രൂപാന്തരപ്പെടുത്തുന്നതിനും യഥാസ്ഥാനപ്പെടുത്തുന്നതിനും കർത്താവ് തയ്യാറത്രേ. हमारा जिंदगी में शोक भोगना पड़ते हैं तो कष्ट दुख से ज्यादा अवसर होवे, सारे गड़बड़ों के अंदर से हमारा उद्धारक यीशु मसीह ने हमारा ऊपर इतना प्रेम किया है. ആകാശത്തിലെ പറവകളെക്കാൾ നാം ഏറ്റവും സവിശേഷതയുള്ളവർ എന്ന് യേശു പ്രഖ്യാപിച്ചു. आकाश की चिड़ियाओं में से कितनी अमूल्य प्रेम हमारा मसीह हमारे लिए दी है. യാക്കോബിനെ കുറിച്ച് പറഞ്ഞു, നീ എനിക്ക് വിലയേറിയവനും മാന്യനും എന്നത്രേ. तो याकूब के बारे में यहोवा ने कहा, तू मेरे लिए आदरणीय योग्य व्यक्ति है. ഒരു സന്ദർഭത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മനുഷ്യൻ ആടിനേക്കാൾ എത്രയോ വിശേഷതയുള്ളവർ എന്ന്. एक बार यीशु मसीह ने ऐसे बताया, और भेड़ बकरियों से भी तू कितनी अमूल्य है. കുരുകിലിനേക്കാൾ നാം വിശേഷതയുള്ളവർ എന്ന് യേശു പറഞ്ഞു. छोटा सा चकड़ी, छोटा सा चिड़िया, इससे भी कितनी अमूल्य व्यक्ति है. നമ്മുടെ തലയിലെ രോമവും കർത്താവ് എണ്ണിയിരിക്കുന്നു എന്ന്. हमारा सिर पर कितने बाल है वो भी गिन के रखा है. തിരുവചനത്തിൽ നാം വായിക്കുന്നത്, ഭൂലോകത്തുള്ള സകല ജാതികളിലും വെച്ച് നിങ്ങൾ എനിക്ക് ഒരു പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന്. धर्मशास्त्र यही सिखाते हैं, दुनिया में सारे लोगों वस्तुओं से भी यीशु में आए हुए लोग मेरा संपत्ति है.
ഓരോ വ്യക്തിയോടുമുള്ളതായ ഓരോ വ്യക്തിക്കും ദൈവം എത്ര വില കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കാൽവരിയിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. एक एक व्यक्तियों को यहोवा परमेश्वर ने इतनी प्यार की और प्रेम की, वो बात चक कर देखेगा तो मालूम पड़ते हैं. നാം തീയിലും വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ, ക്ഷീണിതരായി തീരുമ്പോൾ, ബലഹീനരായി തീരുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ശക്തീകരിക്കും. आग की भट्टी में और पानी में इतनी वेदना शोधना में जाने की अवसर में भी हमारा उद्धारक हमें सहाय के लिए आगे आया है. ാവാത്തതായ ജീവിത സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും അതെ, ആ സാഹചര്യങ്ങളുടെ മേലും കർത്താവിന് നിയന്ത്രണമുണ്ട്. और हमारे कई प्रकार की वेदना से जाने का समय भी हमारा बारे में हमारा मसीह सोच विचार करते हैं. ദൈവത്തിൽ ആശ്രയിക്കുന്ന നമ്മെ ദൈവം സംരക്ഷിക്കുന്നുണ്ട്, അവൻ നമ്മെ ഗാർഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്. और हमारे सारे कठिन वेदना में गुजरना पड़ते हैं, वहां पर भी हमारा यीशु मसीह ने हमारे लिए जागते हैं. നമ്മിൽ ആരംഭിച്ചതായ രക്ഷയുടെ പ്രവൃത്തി അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. मसीह ने हमारे ऊपर उद्धार की झंडा पकड़ा है, जो उन्होंने पूरा कर देंगे. അതുകൊണ്ട് ഈ തിരുവചനത്തിൽ നാം വായിക്കുന്നതായ ദൈവത്തിന്റെ വചനത്തിനോ വാഗ്ദത്തങ്ങൾക്കോ മാറ്റമില്ല. इसी कार्य में धर्मशास्त्र में दिया है, उसका वजन हटेगा नहीं. നമ്മുടെ പാപങ്ങളും കുറവുകളും ഉണർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നിശ്ചയമായിട്ടും പാപമോചനമുണ്ട്. और पाप अपराध में जाएगा तो निश्चय ही हमारा मसीह की ओर आएगा, पाप माफी कर देंगे. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമത്തെ പോലെ വെളുപ്പിക്കാമെന്ന് തിരുവചനത്തിൽ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. हमारा पाप इतने लाल रंग से भी होवे तो हमारा मसीह ने और उसकी नाई सफेद कर देंगे. ദിവസവും കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. दिनम प्रति मसीह ने स्वर्ग से भूमि पर देखते हैं, मसीह को अपनाया हुआ जीवन अच्छे भलाई जीवन बिताने वाले कितने लोग हैं. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ ക്ഷണം ഇപ്പോഴും ഉള്ളത് കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അഭയം തേടുവാൻ കഴിയും. अपने आपके गलती भूल चुकने के लिए और मसीह की शब्द को मान लेकर मसीह की ओर जितने लोग आते हैं उसमें जागते हैं. അതുകൊണ്ട് വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ. बुलाहट बहुत सारे लोग होंगे, लेकिन चुनौती मिले हुए लोग कम ही है. കാൽവരിയിൽ ദൈവം ചെയ്തതായ ആ രക്ഷണ്യ പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നാം നീതീകരിക്കപ്പെടുന്നു. कालवरी क्रूस पर मसीह ने रक्त बहाने के कारण चुनौती हमें मिले और हम जीने देता है. പലരും സ്വന്തം പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഈ കാലഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. और लोगों ने अपना कामकारियों में परमेश्वर को प्रसन्न करने के लिए तैयारी के साथ बढ़ रहा है. മറ്റൊരു യാഗത്തിന്റെയോ ത്യാഗത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടേതായ സ്വന്തമായിട്ടുള്ള പ്രവൃത്തികളുടെയോ ആവശ്യമില്ല. എല്ലാം ഇറ്റ് ഈസ് ഫിനിഷ്. और बलिदान को अपने आप को त्याग करके हो सब कुछ हम किया करेगा तो मसीह की ओर वाणी है, सब कुछ समाप्त हुई है. അതുകൊണ്ട് വിശ്വാസത്താലുള്ളതായ ആ നീതീകരണം പ്രാപിച്ചുകൊണ്ട് ആ വിവാഹ വസ്ത്രം നാം ധരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. दिनम प्रति निर्णय लेना, बुलाहट मिली और विवाह में वस्त्र दिया, वस्त्र पहनकर भोजन में बैठने वाले हैं, ये याद रखना. ഈ ദൈവത്തിന് മുമ്പാകെ നാം ഇന്നും വിലയേറിയവരത്രേ. ये मसीह के सामने हम बहुत दान देते और मूल्य वाले हैं. അതെ, കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടുള്ളതായ
ആ സന്തോഷകരമായ വിരുന്ന് സൽക്കാരത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരുവാൻ, അവിടെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ये राजा के पुत्र मसीह के विवाह में वहां पर तैयारी की भोजन की शाला में बैठकर और आपस में मेल मिलाप होने के लिए बुलाहट में मिली, जो बात स्मरण करते हुए आगे बढ़े, ये वचनों से प्रभु परमेश्वर हमको अनुग्रह आदर दिया देंगे।